RAS ഫുട്ബോൾ ഫാമിലിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് റെയ്ഹാനോ? എന്താ അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിക്കോ വില്യംസിനെ കുറിച്ചാണ്. നിക്കോ വില്യംസിന്റെ സെലിബ്രേഷൻ എടുത്താണ് ഇപ്പോ. ഞാൻ വിചാരിച്ചു വീടിന്റെ ഇടയിൽ എന്തോ കാണിക്കാന്ന്. നിക്കോ വില്യംസിനെ ഉറപ്പിക്കാൻ വരട്ടെ, ഇനിയും കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോ ഇന്നലെ കണ്ട ന്യൂസ് വെച്ചിട്ടൊന്നും നിക്കോ വില്യംസിനെ ബാഴ്സയിലേക്ക് ഉറപ്പിക്കാനില്ല. ബാഴ്സയുടെ റഡാറിൽ ഇപ്പോഴും ലൂയിസ് ഡിയാസ് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ളത്. പക്ഷെ ഇന്നലെ രാത്രി റൊമാരോ മുതലായിട്ടുള്ള കുറെ സോഷ്യൽ മീഡിയയിലും അതേപോലെ മോണ്ടോ ഡിപ്പാർട്ടി പോലുള്ള കുറെ പത്രങ്ങളിലൊക്കെ ന്യൂസുകൾ ഇന്നലെ സ്പ്രെഡ് ആയിട്ടുണ്ട്. നിക്കോ വില്യംസിന്റെ ഏജന്റ് ബാഴ്സയുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള ഒരു ന്യൂസ്. അപ്പോൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിലാണ് നിക്കോ വില്യംസിന് വേണ്ടി ബാഴ്സ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാലറിയുടെ പ്രശ്നം കൊണ്ടൊക്കെയാണ് ആള് അവിടെ തന്നെ കോൺട്രാക്ട് റിന്യൂ ചെയ്തത്. അപ്പൊ അതിനോട് ബാഴ്സയ്ക്ക് പിന്നെ അതിനോട് നിക്കോ വില്യംസിനെ വേണ്ടാന്നുള്ളൊരു ഇതിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ നടന്ന മത്സരത്തില് ഏത് മത്സരം? സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ അല്ല, അത് നാഷണൽ ലീഗ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാല് നിക്കോ വില്യംസും നമ്മുടെ ലെമീൻ യമാലും തമ്മിലുള്ള ഒരു കോംബോ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സ്പെയിൻ ടീമില് ബാഴ്സലോണ എന്നുള്ള ആറ് താരങ്ങൾ കളിക്കണ്ടായിരുന്നു. അപ്പൊ ഇവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിൽ നിക്കോ വില്യംസ് ലെഫ്റ്റ് വിങ്ങിലും യമീൻ യമാൽ റൈറ്റ് വിങ്ങിലും കളിക്കുമ്പോൾ അത് സ്പെയിനിന് തന്നെ ഭയങ്കര ഒരു ഇതാണ്, ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരാൾ ഇവിടുന്ന് ക്രോസ് പറപ്പിക്കുക, മറ്റേ ഇവിടുന്ന് ക്രോസ് പറപ്പിക്കുക, സെൻട്രലാകെ ഒരു സ്ട്രൈക്കർ നിന്നാ എല്ലാം തട്ടിവിടുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഉള്ളൊരു ഇതിലേക്കാണ് ബാഴ്സ നീങ്ങാനുള്ള ചാൻസ്. പക്ഷെ ബാഴ്സ ഈ ഒരു ഫൈനൽ ഇത് നടക്കുന്ന ടൂർണമെന്റ് നടക്കുന്നതിന് നാഷണൽസ് ലീഗ് നടക്കുന്നതിന് മുമ്പ് വരെ ലൂയിസ് ഡിയാസിനെയാണ്, ഇന്നലെ വരെയും ലൂയിസ് ഡിയാസിലേക്കായിരുന്നു കൂടുതൽ വേണ്ടത്. പക്ഷെ ഈ ലൂയിസ് ഡിയാസിന് ലിവർപൂൾ പറയുന്നത് 80 മില്യൺ ആണ് അവിടുത്തെ റിലീസ് കോസ്റ്റ്. പക്ഷെ 28 വയസ്സായിട്ടുണ്ട് ലൂയിസ് ഡിയാസിന്. ഇനിയിപ്പോ കൊണ്ടുവന്നാലേ ഏറെ കൂടി ഒരു 3-4 കൊല്ലത്തിനേക്കേ പറ്റുള്ളൂ. പക്ഷെ വില്യംസിനെ കൊണ്ടുവരാണെങ്കിൽ 22 വയസ്സ് കഴിയുന്നേ ഉള്ളൂ, 23ലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ ഇനി ഒരുപാട് വർഷം, ചുരുങ്ങിയത് ഒരു 10-15 വർഷം, അതും നല്ല രീതിക്ക് പോകണമെന്ന് പറഞ്ഞാല് ചിലപ്പോ ഒരു 150 മില്യൺ വരെയൊക്കെ ചിലപ്പോ ആൾക്ക് കിട്ടും ഫ്യൂച്ചറിൽ. ഇപ്പോ 62 അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഉള്ളത് നിലവിൽ. അതേപോലെ ഇതിന് പിന്നാലെ വില്യംസിന്റെ പിന്നാലെ കുറെ ക്ലബ്ബുകളുണ്ട്. ആഴ്സണല്, നമ്മുടെ ഇവര് എന്താണ് ബയൺ മ്യൂണിക്ക് ആയിരുന്നു മിനിഞ്ഞാന്നൊക്കെ ബയൺ മ്യൂണിക്കിനെ കുറിച്ച് കേട്ട ന്യൂസുകളായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം ആയപ്പോ ഡെക്കോയും പിന്നെ നിക്കോ വില്യംസിന്റെ ഏജന്റുമായിട്ട് കുറച്ച് സംസാരം ഉണ്ടായി. അതില് ഏജന്റ് പറയുന്നത് നിക്കോ വില്യംസ് ബാഴ്സയിൽ കളിക്കാൻ താല്പര്യപ്പെടുന്നു. പക്ഷെ അന്ന് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൽ ഇതിങ്ങനെ ഉണ്ടായിരുന്നില്ല. ആള് റിന്യൂ കോൺട്രാക്ട് ചെയ്യാൻ അന്ന് കുറെ റൂമറുകളൊക്കെ ഉണ്ടല്ലോ. യമീൻ യമാലിന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് ഇതേപോലെ ഇന്നലെ പെട്ടെന്നൊരു സംഭവം ഉണ്ട്. ഇന്നലെ യമാല് സ്റ്റാറ്റസ് ഇട്ടിക്കാണ്ട് അപ്പൊ അതും കൂടി കണ്ടപ്പോ എല്ലാവരും ഏകദേശം ഉറപ്പിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ട് ഈ റൊമാനോയുടെ ഫേസ്ബുക്ക് പേജിൽ ഇൻസ്റ്റയിലൊക്കെ വന്ന ഒരു ഇതാണ്, ഈ നിക്കോ വില്യംസ് ബാഴ്സയിലേക്ക് ചേരാൻ താല്പര്യമുണ്ട്. 12 മില്യൺ ആണ് സാലറി. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൽ ആൾക്ക് വെച്ചിട്ടുണ്ടായിരുന്ന സാലറിയാണ് 12 മില്യൺ. ആ ഒരു സാലറി ക്യാപ്പിൽ ആള് എഗ്രി ആയിരിക്കുന്നു. ഇപ്പൊ 20 മില്യൺ വരെ ഓഫർ ചെയ്തിട്ടുണ്ട് ബയൺ മ്യൂണിക്കും ആഴ്സണലൊക്കെ. പക്ഷെ ആൾക്ക് ബാഴ്സയിൽ കളിക്കാനാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു മിക്കവാറും ഈ യമാല്, പെഡ്രി, ഗാവി, അതേപോലെ ബാൽഡെ, ഇങ്ങനെയുള്ള ഫെർമീന, ഇവരൊക്കെ ഉള്ളൊരു ബ്രെയിൻ വാഷും കൂടി നടന്നിട്ടുണ്ടാവും മിക്കവാറും. എന്താന്ന് പറഞ്ഞാല് അവർക്ക് വില്യംസിനെ കിട്ടാന്ന് ബാഴ്സയ്ക്ക് കൂടെ കളിക്കാൻ പറ്റാന്ന് പറഞ്ഞാല് സ്പെയിൻ ടീമിനും ഗുണം ചെയ്യും, അതേപോലെ ബാഴ്സയ്ക്കും ഗുണം ചെയ്യും. അതുകൊണ്ട് സ്പെയിൻ ടീമിൽ പിന്നെ കോച്ച് വെറുതെ നിന്ന് കൊടുത്താൽ മതി, പ്ലേ സ്റ്റൈൽ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റഡ് ആണ്. അതെ, അപ്പൊ ഇവിടെ നിന്നുള്ള കളി, അതേപോലെ സ്പെയിനിൽ കളിക്കാന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 10 കളിയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ബാഴ്സയിലാകുമ്പോൾ ഒരു വർഷത്തിൽ ഒരുപാട് കളികൾ വരും. കോപ്പ ഡെൽ റേയിൽ വരും, അതേപോലെ വരും സീസണിൽ ബാലന്റിയറിനൊക്കെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ബാഴ്സയിലേക്ക് ആള് വരുന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു 80% ഒക്കെ ഉറപ്പിക്കാം. മിക്കവാറും ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ന്യൂസ് കേൾക്കാൻ പറ്റും. പക്ഷെ ബാഴ്സ ഇപ്പോഴും ലൂയിസ് ഡിയാസിന്റെ പുറകെ തന്നെ. ലൂയിസ് ഡിയാസിന് ഒരിക്കലും ലിവർപൂൾ 80 മില്യൺ കുറയ്ക്കാൻ ചാൻസ് കുറവാണ്. എന്താന്ന് പറഞ്ഞാൽ ആൾക്കൊരു വാല്യൂ ഉണ്ട് ഇപ്പോഴത്തെ. പക്ഷെ കഴിഞ്ഞ സീസണൊക്കെ ആളുടെ അത്ര പെർഫോമൻസ് ഒന്നുമില്ല. എനിക്കും ലൂയിസ് ഡിയാസിനും വലിയ താല്പര്യമില്ല. അതിനെക്കാളും ഇപ്പോഴും നോക്കണേ പ്രൈമാണ് ഈ ബാർസ എടുത്ത് നോക്കണേ. ലൂയിസ് ഡിയാസിന്റെ പ്രൈം നോക്കുമ്പോ ലൂയിസ് ഡിയാസ് അടിപൊളി പെർഫോം ചെയ്യുന്നത്. പക്ഷെ ഈ 2 വർഷമായിട്ട് തട്ടി കൂട്ടിയിട്ടാണ് കളിക്കുന്നത് ലിവർപൂളില്. അങ്ങനെയുള്ള ഹൈ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കും എന്റെ താല്പര്യത്തിൽ ഒരു ഇപ്പോ എന്താണ് നമുക്ക് കുട്ടീനോനെയും അതേപോലെ ഡെമ്പലിനെയൊക്കെ ബാഴ്സയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കളിപ്പിച്ചിട്ട് അത്രയും പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് മോശമായിട്ടുള്ള കരിയർ ഉണ്ടായത്. അതേപോലത്തെ ഒരു അവസ്ഥ വരുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് അതിനേക്കാളും ബെറ്റർ തോന്നുന്നത് നിക്കോ വില്യംസിനാണ്. അതിനേക്കാളും ഇനിയിപ്പോ ഒരു ബാഴ്സയിൽ ഒരു സ്ട്രൈക്കർ കൂടെ ലെവൻഡോസ്കി ഇപ്പോൾ ഓൾറെഡി ഉണ്ട്.
അപ്പൊ ഒരു സ്ട്രൈക്കറെ കൂടെ അത് യൂലിയൻ ആൽവാരസ് എന്തായാലും ഈ സീസണിൽ വരില്ല എന്ന് ഉറപ്പിച്ചു. സമ്മർ ട്രാൻസ്ഫറിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും 80 മില്യന്റെ മുകളിൽ 80 to 100 മില്യൺ ആയിരിക്കും ഇനി വാല്യൂ. ഇനി അതെ, ഫ്യൂച്ചറിലേക്ക് ഉണ്ട് ഒരു സ്ട്രൈക്കർ ആയിട്ട് വരികയാണെങ്കിൽ എന്തായാലും ബാഴ്സയ്ക്ക് ഫ്യൂച്ചറിൽ ഒരു സ്ട്രൈക്കർ എടുക്കുകയാണെങ്കിൽ യങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ, ഭാവിയിൽ ഒരു 10 വർഷം 8 വർഷം കളിക്കാനുള്ള ഒരു സ്ട്രൈക്കർ ആണ് ബാഴ്സ നോക്കുന്നത്. അതേപോലെ ഇതിൽ വേറെ പ്രശ്നമുണ്ട്. വില്യംസ് കഴിഞ്ഞ പ്രാവശ്യം റഫീനിനെ വിറ്റിട്ട് വില്യംസിനെ കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് വില്യംസിന്റെ പേരിൽ ബാഴ്സയിൽ ജേഴ്സി നമ്പർ വരെ അടിച്ച്, റഫീനയുടെ ജേഴ്സി നമ്പർ വരെ അടിച്ചിട്ട് 11 നമ്പറിൽ അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് റഫീനയ്ക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഹാൻസി ഫ്ലിക്ക് വന്ന ശേഷം പെർഫോമൻസിലേക്ക് മാറ്റി. എന്താന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു സീസൺ 2-3 സീസണിന് ശേഷം ഒരു ഹൈ വോൾട്ടേജ് എന്ന് തന്നെ പറയാം, അത്രയും നല്ലൊരു പെർഫോമൻസ്. അതിന് റഫീനിയ പറയുന്നുണ്ട് ഹൻസി ഫ്ലിക്കിന് അതിന് നന്ദി പറയാം. ഹൻസി ഫ്ലിക്കാണ് എന്നെ പോകുന്നതാണെന്ന് തിരിച്ചു വിളിച്ചിട്ട് ഭാര്യയും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പോവാൻ, ബാഴ്സ വിട്ടു പോകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ആ തീരുമാനം എന്തായാലും ഹൻസി ഫ്ലിക്കിനും അതേപോലെ റഫീനയ്ക്കും എന്തായാലും ഒരു ബിഗ് താങ്ക്സ് പറയണം ബാഴ്സ ഫാൻസ്. അത്രയും നല്ലൊരു പെർഫോമൻസ്. ഒരു പ്ലെയർ ബാജിനായിട്ട് കളിക്കുന്നത് കിട്ടാന് ഭയങ്കര കഷ്ടമാണ്. അതുപോലത്തെ ഒരു പ്ലെയർ ആണ് റഫീനിയ. അത് എടുത്ത് ക്യാപ്റ്റന്റെ ഒരു ഇതുകൂടിയുള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ ഇനി റഫീനയുടെ എന്തായിരിക്കും ഫ്യൂച്ചർ? റഫീന എന്ത് ചെയ്യാൻ പറ്റും? റഫീന സബിലായിരിക്കോ? സബിലാവില്ല, ഉറപ്പാണ്. എന്ത് ചെയ്യും? എന്റെ ഫോർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത പുതിയ സ്ട്രൈക്കർ എടുക്കുകയാണെങ്കിൽ 1-3-2-4 വെച്ച് കളിക്കാം. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞാല് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഇപ്പൊ ഓൾമോയും അതേപോലെ ഫെർമീനൊക്കെ കളിക്കുന്ന ഒരു പൊസിഷനിലായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്പർ 10 റോളില് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ പ്ലേ മേക്കർ റോളിലായിരിക്കും റഫീനെ കളിക്കുക. എനിക്ക് അതിലും ആശ എനിക്ക് സക്സസ് ആകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ കളികളിൽ ബാഴ്സന്റെ കളി തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ആ ഒരു സൈഡിൽ നിന്നൊക്കെ പോയിട്ട് ആള് ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരുപാട് കളികളിൽ അവിടെ നിന്ന് ഗോൾ അടിച്ചിട്ട് ഈ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നതിന് പകരം ഉള്ളിലോട്ട് ഇറങ്ങുന്നത് കളിച്ചിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ലെവൻഡോസ്കിയും കൂടി അടുത്ത സീസണിൽ ലെവൻഡോസ്കി പാരക്കായ ഒരു സ്ട്രൈക്കറും കൂടി വന്ന് വില്യംസിനും കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മോനെ പിന്നെ ബാഴ്സനെ പിടിച്ച് കെട്ടാൻ ഇത്തിരി പണി തന്നെ ആയിരിക്കും മറ്റുള്ള ക്ലബ്ബുകൾ. ഇപ്പൊ റയലൊക്കെ അലക്സാണ്ടറും അതേപോലെ അർജന്റീനയുടെ മൺട്രക്കിട്ടിനെയും അതുപോലെ ഒരുപാട് സൈനികൾ നടത്തിയിട്ടുണ്ട് പ്രാവശ്യം. എന്താന്ന് പറഞ്ഞാല് അത്രയും നല്ല ഒരു സ്കോഡ് ഡെപ്ത് ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം ഒരു കിരീടങ്ങളൊന്നും സ്വന്തമാക്കാൻ പറ്റില്ല. ബാഴ്സയുടെ അടുത്ത് 4, അത് വേൾഡ് കപ്പ് അല്ലേ, പക്ഷെ ബാഴ്സയുടെ അടുത്ത് 4 എൽ ക്ലാസിക്കോ കണ്ടിന്യൂസ് ആയിട്ട് തീർന്നു. 4-5 ഒരു ഫ്രണ്ട്ലി മാച്ച് അടക്കം 5 എൽ ക്ലാസിക്കോ പരാജയപ്പെട്ടു. ഇങ്ങനെ ഒരു സീസൺ റയലിന് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ നിന്ന് അവർ മറികടക്കാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ച് സൈന്യങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഇനി എന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള പേരുകളായിരുന്നു റാഷ്ഫോർഡ് വിങ്ങറായിട്ടും സ്ട്രൈക്കറായിട്ടും കളിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് റാഷ്ഫോർഡിനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് മാഞ്ചസ്റ്ററിന്റെ പ്ലെയർ കൊണ്ടുവന്നിട്ട് സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുക അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സെല്ലൊന്നും ആക്കൂലടാ ഒരു സീസണും കൂടി. എന്തായാലും ബാക്കപ്പ് ഫെറാൻ ടോറസിന്റെ ഒക്കെ പരിധികളുണ്ടല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ സീസണിലും ഒരേപോലെ ഫോം ആക്കാൻ പറ്റില്ല. ലെവൻഡോസ്കി അവിടെ നിന്നോട്ട് ഒരു പ്ലെയർ ആയിട്ട് ഷെഡ്യൂൾ വരുമ്പോ അന്ന് എന്റെ ഫോർമേഷൻ ആണ് ഈ ബാർസയ്ക്ക് സൂട്ട് ആവുന്നത്. 1-3-2-4 അങ്ങനെ പറഞ്ഞിട്ടുള്ള ഫോർമേഷൻ. പെഡ്രിയും ഗാവിൽ സെന്റർ ആണെങ്കിൽ ലമീന് നീക്കോ സെൻട്രൽ റഫീന അറ്റാക്കിങ്ങില്, പിന്നെ ഫ്രണ്ട് റാഷ്ഫോർഡ് ആണെങ്കിൽ ഒരു ബൾക്ക് അറ്റാക്ക് ആയിരിക്കും. പിന്നെ ഡിഫൻസിൽ കുബ്രാസി, ഗ്രാസിയ, എരിഗ്രാസിയ അതുപോലത്തെ ഡിഫൻസും. പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ ഗോൾ കീപ്പർ ആയിട്ട് ഷെസ്നി അല്ലെങ്കിൽ പുതിയ സൈനിങ് ആയിട്ടുള്ള ജോഹാൻ ഗ്രാസിയാസ്. എനിക്ക് തോന്നുന്നു ജോൺ ഗ്രാസിയ ഫസ്റ്റ് ഗോൾ കീപ്പർ, സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ട് ഷെസ്നി ഉണ്ടാവും. സ്റ്റേഗന്റെ കാര്യമാണ് ഇപ്പൊ ആകെ ഇതിൽ നിൽക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാല് സ്റ്റേഗൻ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാല് നിക്കണം ബാഴ്സയിൽ. എന്താ കാരണം എന്ന് പറഞ്ഞാല് വേൾഡ് കപ്പ് വരാൻ 1 വർഷമുള്ളൂ ഇനി വേൾഡ് കപ്പ്. അതിനു മുമ്പ് ആളുടെ കഴിവ് തെളിയിക്കുന്നത് ജർമ്മനിയുടെ ഫസ്റ്റ് ഗോൾ കീപ്പറാണ്. അപ്പൊ ഗോൾ കീപ്പർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ജോൺ ഗ്രാസിയാണ് പുതിയ സൈനിങ് ബാഴ്സയുടെ. സ്പാനിയോളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആള് ചെറുപ്പക്കാരാണ്, 24 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഒരു 10 കൊല്ലം ബാഴ്സയുടെ ഗോൾ വല്ലാക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. അപ്പോ ഇനി സെക്കൻഡ് ഗോൾ കീപ്പറായിട്ടോ ഷെസ്നി ഉണ്ടാവോ അതോ സ്റ്റേഗൻ ഉണ്ടാവോ? ഇനിയാപ്പിക്കൻ എന്തായാലും വിൽക്കാനുള്ള തീരുമാനം ഏകദേശം ബാഴ്സ എടുത്തിട്ടുണ്ട്. അത് ആൾക്കും അതാ നല്ലത്. വേറൊരു നല്ലൊരു ക്ലബ്ബിൽ പോയിട്ട് ഫസ്റ്റ് ഗോൾ കീപ്പർ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് കളിക്കുന്നതാണ്. എനിക്ക് എന്ത് തോന്നുന്നു, ഇപ്പൊ ഗ്രാസി ആയിരിക്കോ സ്റ്റേഗൻ ആയിരിക്കും, ആരായിരിക്കും ഗോൾ കീപ്പറായിട്ട്? സ്റ്റേഗന് വയസ്സായി വരുന്നോളും അങ്ങോട്ട് പൊട്ടൻഷ്യൽ ആവണില്ല, അങ്ങോട്ട് കേറില്ല. സ്റ്റേഗൻ എത്തില്ല ലിമിറ്റ് ഒക്കെ 2015 ആരായിരിക്കും ഇനി ഗോൾ വലാക്കാം? ഗ്രാസിയാണോ അതോ ഷെസ്നി ആയിരിക്കും? ഗ്രാസി ആയിരിക്കും. യങ്സ്റ്റർ കുറച്ച് ഡെവലപ്മെന്റ് ആവണം, ട്രെയിനിങ്ങിലൊക്കെ നല്ലോണം ടഫായിട്ട് പോരണം. ഷെസ്നിയോ ഗ്രാസിയ ആണോ? ഷെസ്നിക്ക് ഇനി 1-2 സീസൺ കൂടി പോയാൽ ഒരു സീസൺ ഉണ്ടാവുള്ളൂ.
കാരണം ഷസ്നി റിട്ടയർമെന്റിൽ നിന്ന് കയറി വന്നിരിക്കുകയാണ് തിരിച്ച്. അതെ അതെ. പിന്നെ ഷസ്നിക്കും കുറെ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും എറിക് ഗാർസിയ തന്നെ ആയിരിക്കും. പിന്നെ ഒരു ഇനിയിപ്പോ 1-2 സീസൺ കഴിയുമ്പോഴേക്കും പുതിയൊരു ഒരു ചെറുപ്രായമുള്ള ഒരു ഗോൾ കീപ്പറിനും കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ലാമോസി ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരാളിനെ കൊണ്ടുവരാം. അവിടെ ലാമോസിൽ ഒരു ഗോൾ കീപ്പർ ഉണ്ട്, ഇതേപോലെ ആളിനെ കൊണ്ടുവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്റ്റേഗൻ എന്തായാലും ബാഴ്സ വിട്ടു പോലാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്റ്റേഗൻ ഇവിടെ നിൽക്കുന്നത് ശരിക്കും ഒരു തന്നെ ആയിരിക്കും. എന്താ പറയുക, അടുത്ത വേൾഡ് കപ്പ് വരാൻ പോവാണ്. വേൾഡ് കപ്പ് 2026 വരാൻ പോകുന്ന ഒരു വർഷം തികച്ചേ ഉള്ളൂ. അപ്പൊ ആ വർഷത്തിനുള്ളിൽ ഇങ്ങേരുടെ ജർമ്മനിയുടെ ഫസ്റ്റ് ഗോൾ കീപ്പർ, അപ്പൊ അങ്ങേരുടെ പൊട്ടൻഷ്യലൊക്കെ കാണിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ സെൽ ഔട്ട് ആയിട്ട് നല്ലൊരു ക്ലബിൽ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഒന്നാം ഗോൾ കീപ്പർക്ക് വേണ്ടി മത്സരിക്കാന്ന് പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ അത് ചെറിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ ഗോൾ കീപ്പർ കാര്യത്തിൽ ഏകദേശം ഇതായിരിക്കും തീരുമാനങ്ങൾ. അതേപോലെ വില്യംസും ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് യമാലി, അതിന്റെ പിന്നാലായിട്ട് ഒരു സൈഡ് ബാൽഡിയും ഒരു സൈഡ് കൊണ്ടിയും. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ വിങ്ങുകളിലൂടെയുള്ള ഒരു ഇരച്ച് കയറുണ്ടല്ലോ. സമ്മർ ട്രാൻസ്ഫർ തുറന്നു കഴിഞ്ഞാൽ ബാഴ്സപ്പ് സൈനിങ് ഏതൊക്കെ നടന്നാലും നടന്നിട്ടില്ല, എൻ്റെ ഒരു ആഗ്രഹത്തിൽ ജോൺ ഗ്രാസി ആയിരിക്കും ബാഴ്സയുടെ ഗോൾ കീപ്പറായിട്ട്. അതേപോലെ ഡിഫൻഡർമാരിൽ കുബാർസിയും ഇനിഗോ മാർട്ടിനസ് ആയിരിക്കും. ലെഫ്റ്റും റൈറ്റും വിങ്ങറിൽ ബാൽഡയും കൊണ്ടേ. മിഡ്ഫീൽഡിൽ പിന്നെ പെഡ്രി ഉറപ്പാണ്. പെഡ്രി ഏകദേശം ഉറപ്പിച്ച്, സ്പെയിനിന്റെ കളി ഒക്കെ കണ്ട് പെഡ്രി ഉറപ്പായി. പിന്നെ പെഡ്രിന്റെ ഒപ്പം തന്നെ ഡിജോൺ ഉണ്ടാവും. അതേപോലെ നമ്പർ 10 പൊസിഷനിലായിട്ട് റഫീനിയ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, പ്ലേ മേക്കർ റോൾ ഉണ്ടാവും. 2 സൈഡിലായിട്ട് നിക്കോ വില്യംസും ലാമിൻ വരുന്നതോട് കൂടിയിട്ട് അറ്റാക്കിംഗ് നല്ലൊരു ഇതുണ്ടാവും. അപ്പൊ അതിന് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിട്ട് ലെവൻഡോസ്കി അല്ലെങ്കിൽ റാഷ്ഫോർഡ് ഇവര് വരുന്നതാണ് എന്റെ ഒരു ആഗ്രഹം. നിനക്ക് അതന്നെ തോന്നുന്ന ആഗ്രഹം? മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് അല്ല, സ്ട്രൈക്കറില് എനിക്ക് തോന്നുന്നത് അൽവാറസിനെ കിട്ടിയ, പക്ഷെ ഇപ്പൊ കിട്ടില്ല, ഈ സീസണിൽ കിട്ടില്ല തോന്നുന്നില്ല. ഏകദേശം ഉറപ്പിച്ച. കാരണം ഹാളൻഡിനെ മേടിക്കാൻ സാധ്യത തട്ടിക്കുട്ടി അങ്ങനെ ബാർസ സൈൻ ചെയ്യാൻ സാധ്യത. നടക്കാത്ത കാര്യങ്ങൾ ആഗ്രഹങ്ങളല്ലേ, ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ ഇത് നടക്കണമെങ്കിൽ ബാഴ്സയ്ക്ക് മുന്നിൽ വേറൊരു പ്രശ്നമുണ്ട്, ബാഴ്സയുടെ സാലറി ക്യാപ്പ്. എന്താന്ന് പറഞ്ഞാല് ബർത്തോമ പറയുന്ന പ്രസിഡന്റ് ഈ സാലറി ഇപ്പോ നീ ഇപ്പൊ കളിക്കാൻ വരികയാണ്, നിനക്ക് 1000 രൂപ മതി പറഞ്ഞാൽ ഇയാൾ പറയും 5000 എടുത്തെന്ന് പറഞ്ഞിട്ട് ഒക്കെ എല്ലാവരുടെയും ഇപ്പൊ ഡിജോൺ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് പ്ലേയേഴ്സിന്റെ ഹൈ സാലറിയിലേക്ക് കിടക്കുന്നത്. ഈ സാലറിയൊക്കെ വേജ് കുറച്ചിട്ട് സാലറി ക്യാപ്പ് എന്നുള്ളൊരു ഇത് കുറച്ച് വെക്കണമെങ്കിൽ ഇവിടുന്ന് കുറെ അൻസു ഫാത്തിക്ക് നല്ല സാലറി ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഈ സാലറി ഇത്രയും അധികം ഉള്ളതുകൊണ്ടാണ് ഈ ക്ലബ്ബ് വിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ വിക്ടർ പോവാനുണ്ട്, അതേപോലെ സ്റ്റേഗനെ വെക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറെ പ്ലേയേഴ്സ്, മാർട്ടിനസിനെ നമ്മുടെ ലെഫ്റ്റ് വിങ് കളിക്കുന്ന മാർട്ടിനസിനെ വെക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ കുറെ ഒരു 5-6 പ്ലേയേഴ്സിനെങ്കിലും വിറ്റാലാണ് പുതിയ വരുന്ന പ്ലേയേഴ്സ്മാരെ രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാലറി ക്യാപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. അൻസു ഫാത്തി മൊണോക്കോയിലേക്ക് ഏകദേശം ഡീൽ ആദ്യം ഉറച്ചെന്ന് പറയേണ്ടത്, പിന്നീട് അത് ന്യൂസിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ഞങ്ങൾ വീഡിയോസ് ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.